ഹലോ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ക്യാൻവാസ് ആർട്ടാണ്. നമ്മൾ ക്യാൻവാസിൽ ഒരു കുട്ടി പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇത്തവണ ഒരു ഡിഫറൻസ് ഉണ്ട്. വെറും പെയിൻറ്റിംഗ് അല്ല, നമ്മൾ പിസ്ത ഷെല്ലില്ലേ, നമ്മൾ പിസ്ത കഴിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന തോടില്ലേ, അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു കുട്ടി ആർട്ടാണ്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കും, എന്നാൽ നല്ല ക്യൂട്ടാണ് താനും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ ക്യാൻവാസ് വേണം. ക്യാൻവാസ് നമുക്ക് വളരെ ഈസിലി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും, പല വലിപ്പത്തിൽ കിട്ടും. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാൻവാസ് ആണ് എടുത്തിരിക്കുന്നത്. ക്യാൻവാസ് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ഒരു വൈറ്റ് പെയിൻറ്റ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ മീതെ കൊടുക്കുന്ന പെയിൻറ്റ് എടുത്തറിയുള്ളൂ. അത് മാത്രമല്ല കുറച്ചുകൂടി സ്മൂത്ത് സർഫസ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ മീതെ വൈറ്റ് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ആക്രിലിക് പെയിൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്യരുത്, കാരണം ഫാബ്രിക് പെയിൻറ്റ് ഇതിൻ്റെ മീതെ ക്യാൻവാസിൻ്റെ മീതെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് പീൽ ഓഫ് ആയി പോകും. അപ്പോൾ ആക്രിലിക് പെയിൻറ്റ് ആകുമ്പോൾ കുറേ കാലം നിൽക്കും. പിന്നെ പെയിൻറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സ്ട്രോക്കിലേക്ക് അടിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. ഒരേ ഭാഗത്തേക്ക് അടിക്കുക. ഓക്കെ, അങ്ങനെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്ത ഷെല്ല് വേണം. ഇത് പിസ്തയുടെ തോടില്ലേ, അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ, നമ്മൾ ബേസിക്കലി ഇതിനെ കിളിയാക്കിയിട്ടാണ് മാറ്റാൻ പോണത്. അപ്പോൾ കിളികൾക്ക് പല പല കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് കളറാണ് ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുക്കാം. അതും ആക്രിലിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്യാം നമുക്ക്. അത് കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളാണ് നല്ലത്. അതല്ല വേറെ ഏതെങ്കിലും പശ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എന്തായാലും മരം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളർ ഉള്ള ഒരു ആക്രിലിക് പെയിൻറ്റ് വേണം. ഓക്കെ, പിന്നെ ബ്രഷസ് വേണം. ഓക്കെ, നമ്മളിത് മരം പോലെയാണ് വരച്ചെടുക്കാൻ പോണത്. അപ്പോൾ വരയ്ക്കാൻ അത്ര അറിയില്ലെങ്കിൽ നമുക്കൊന്ന് ആദ്യം പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഞാനിപ്പോൾ റാൻഡംലി ആണ് വരയ്ക്കാൻ പോണത്. ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മരച്ചില്ല വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം വരുമ്പോൾ ഇങ്ങനെ കറക്റ്റ് വരണമെന്നില്ല. അപ്പോൾ നമുക്ക് രണ്ടാമതൊരു കോട്ട് പോവാം. ഓക്കെ, ഇപ്പം നമ്മൾ മരച്ചില്ലകൾ പോലെ ഇങ്ങനെ റാൻഡമായിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ വരച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പിസ്ത നമുക്ക് കളർ ചെയ്യാം. ഇഷ്ടമുള്ള കളറിൽ നമുക്ക് ആക്രിലിക് പെയിൻറ്റ് കൊടുക്കാവുന്നതാണ്. മഞ്ഞയോ പിന്നെ റെഡോ ഏതാണ് ഇഷ്ടം വെച്ചാൽ അത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ അവിടെ ഇവിടെയായിട്ട് പ്ലേസ് ചെയ്യാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 3 കോട്ടിങ്ങിലും കൊടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ടുള്ള കളർ വരുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഒറ്റ കോട്ടേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെയും പിസ്ത കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു കോട്ടും കൂടി കൊടുക്കാം എന്നാണ്. ഇനി ഞാൻ ഇതിൻ്റെ മീതെ കുറച്ചും കൂടി ഒന്ന് യെല്ലോ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കിനി കിളിക്ക് കണ്ണും ചുണ്ടും വരച്ചു കൊടുക്കണം. അപ്പോൾ കണ്ണ് ജസ്റ്റ് ഒരു കുത്ത് കൊടുത്താൽ മതി. ചുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു അതിൻ്റെ കൊക്ക് ഇങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. പിന്നെ വാല് നമുക്ക് മഞ്ഞ കളറിൽ വേണമെങ്കിൽ മഞ്ഞ കളറിൽ തന്നെ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളർ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ കിളി റെഡിയാണ്. ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. 2 കോട്ട് കൊടുത്താലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. പിന്നെ ഇതിന് ഇല വരച്ച് കൊടുക്കണമെങ്കിൽ ഗ്രീൻ കളർ ഉപയോഗിച്ച് അവിടെ ഇവിടെ ഇലയൊക്കെ വരച്ച് കൊടുക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. സമയത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി മറ്റൊരു ക്രാഫ്റ്റുമായി കാണാം. ബൈ.